Hi, welcome to Study with Z Square. If you like my channel, subscribe, share, like and comment. ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിൻ്റെ സോഷ്യൽ സയൻസിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാപ്സ് എന്ന ചാപ്റ്ററിൻ്റെ 3rd പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മാപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് മാപ്പിലുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, അടിയിൽ എന്താണ്? ഒബ്സർവ് ദ മാപ്പ് ഗിവൺ ബിലോ. അടിയിൽ തന്നിട്ടുള്ള മാപ്പ് ഒന്ന് നിരീക്ഷിക്കൂ. എന്താണ് കാണുന്നത്? ഇൻ ദ എബോ മാപ്പ് ഓഫ് കേരള, എ ബി സി ഡി ഇ ആൻഡ് എഫ് ഇൻഡിക്കേറ്റ് ഓൾ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ മാപ്പ്. അപ്പം നിങ്ങൾ ആ പിക്ചർ കണ്ടോ? സൈഡിൽ കണ്ടോ ആ പിക്ചർ? അതിൽ എ ബി സി ഡി ഇ എഫ് വരെ ഉണ്ട് അല്ലേ? അതൊക്കെ എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? അതൊക്കെയാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ്. ഒരു മാപ്പിലുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ് അടിയിലുണ്ട് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി മാപ്പ്, ഒരു മാപ്പിൻ്റെ ഹെൽപ്പോട് കൂടി കണ്ടല്ലോ ഈ ഒരു മാപ്പ്. ആൻഡ് ദ ടേബിൾ 6.1 ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ മാപ്പ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഈസിലി. നോക്കൂ, ലെറ്റേഴ്സ് എ, പിന്നെ അതിൻ്റെ അടുത്തുള്ള എസെൻഷ്യൽ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ മാപ്പ്. ഒരു മാപ്പിലുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാ എ എന്താണ് കാണിച്ചത്? എ പറയുന്നത് ടൈറ്റിലിനെ കുറിച്ചാണ് അല്ലേ? ടൈറ്റിൽ, ഏതൊരു ഒരു സാധനത്തിനും ടൈറ്റിൽ ഉണ്ടാവും. നമ്മളൊരു സ്റ്റോറി എഴുതുകയാണെങ്കിൽ ടൈറ്റിൽ ഉണ്ടാവില്ലേ? നമ്മുടെ പാഠത്തിന് ഒരു ടൈറ്റിൽ ഇല്ലേ? അതുപോലെ എന്തിനും ഒരു ടൈറ്റിൽ കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ മാപ്പിനും നമ്മൾ എന്ത് കൊടുക്കണം? ആദ്യം ഒരു ടൈറ്റിൽ കൊടുക്കണം. ഇവിടുത്തെ ടൈറ്റിൽ എന്താണ്? കേരള ഫിസിയോഗ്രഫി എന്നാണ് ഇവിടുത്തെ ടൈറ്റിൽ. അതാണ് എ സൂചിപ്പിക്കുന്നത്. കണ്ടോ നിങ്ങൾ? കേരള ഫിസിയോഗ്രഫി എന്ന് എഴുതിയതാണ് ഇവിടുത്തെ ടൈറ്റിൽ. ഓക്കെ. ദെൻ ബി എന്താണ്? സ്കെയിലാണ്. ഇവിടെ കൊടുത്തത് കണ്ടോ? സ്കെയിൽ കൊടുത്തത് കണ്ടോ നിങ്ങൾ? നിങ്ങളുടെ ബുക്കിൽ പേജ് നമ്പർ 65 മാപ്പ് എടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യുക? ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളത് നോക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാവും. അപ്പോൾ സ്കെയിലാണ് ബി. ദെൻ സി എന്താണ്? ഡിറക്ഷനാണ്. എന്താണ്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നൊക്കെ കൊടുത്തത് കണ്ടോ? ഡയറക്ഷൻ കൊടുത്തത് കണ്ടോ നിങ്ങൾ? അതാണ് സി. ഡി എന്താണ്? ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ആണ്. ലാറ്റിറ്റ്യൂഡ് എന്താണ്? ലോഞ്ചിറ്റ്യൂഡ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് പഠിച്ചതാണ്. ഇ എന്താണ്? കൺവെൻഷണൽ സിമ്പിൾസ് ആൻഡ് കളേഴ്സ്. സിമ്പിൾസോ അല്ലെങ്കിൽ കളേഴ്സോ ആണ് ഇ. എഫ് എന്താണ്? ഇൻഡെക്സ് തരുന്നതാണ് എഫ്. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ് us എക്സാമിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് വൺ ഓഫ് ദം. ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻസ് നമുക്ക് കുറച്ച് ചെറിയൊരു ബ്രീഫായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. എന്താണ്? വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ മാപ്പ്? അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ മാപ്പ്? അപ്പോൾ എന്തായിരിക്കും ആൻസർ ചെയ്ത? ടൈറ്റില്, സ്കെയില്, ഡയറക്ഷൻ, ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്, കൺവെൻഷണൽ സിമ്പിൾസ് ആൻഡ് കളേഴ്സ്, ഇൻഡെക്സ്. ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ്. നോട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തമായിട്ടുള്ള നോട്ട് തരാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള നോട്ടും ഞാൻ ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ കൂടെ തന്നെ എഴുതുക. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഇത്രയും എസെൻഷ്യൽ എലമെൻറ്റ്സ് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് ചെറിയൊരു ബ്രീഫ് നോട്ട് പറയാണ്. ഫസ്റ്റ് വൺ എന്താ? ടൈറ്റിലാണ്. ടൈറ്റിൽ ഇൻഡിക്കേറ്റ്സ് ദ ഏരിയ ഡിപ്പിക്റ്റഡ് ആൻഡ് ദ കണ്ടൻറ് ഓഫ് ദ മാപ്പ്. ഒരു മാപ്പിലുള്ള കണ്ടൻറ്റും അതുപോലെ തന്നെ ഏരിയ ഡിപ്പിക്റ്റ്, ഒരു പ്രദേശത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നതാണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ടൈറ്റിൽ എന്താണ്? ടൈറ്റിൽ ഇൻഡിക്കേറ്റ്സ് ദ ഏരിയ ഡിപ്പിക്റ്റഡ് ആൻഡ് ദ കണ്ടൻറ് ഓഫ് ദ മാപ്പ്. ഇറ്റ് ഈസ് യൂഷ്വലി ഗിവൺ അറ്റ് ദ ടോപ്പ് ഓഫ് ദ മാപ്പ്. അത് നമുക്കറിയാം അല്ലേ? നമ്മൾ ഏതൊരു കാര്യത്തിൻ്റെയും ടൈറ്റിൽ എവിടെയാണ് എഴുതുക? എവിടെയാണ്? നമ്മൾ ഒരു ടോപ്പിലാണല്ലേ? ആ ഒരു കാര്യത്തിൻ്റെ ടോപ്പിൽ. നമ്മൾ സ്റ്റോറി ചെയ്താണെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ എവിടെയാണ് കൊടുക്കുക? മേലെയാണല്ലേ? അതുപോലെ തന്നെ ഈ മാപ്പിൻ്റെ കേസിലും ടോപ്പിലാണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കുക. ദെൻ ഒബ്സർവ് ദ മാപ്സ് ഇൻ ദ സോഷ്യൽ സയൻസ് ലാബ് ഓഫ് യുവർ സ്കൂൾ ആൻഡ് പ്രിപ്പയർ എ ടേബിൾ ആഫ്റ്റർ ക്ലാസിഫൈങ് ദം.
നിങ്ങൾ സ്കൂളൊക്കെ തുറന്നിട്ടേ നടക്കുള്ളൂ. എന്ത് ചെയ്യുക, സ്കൂളൊക്കെ തുറന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ സോഷ്യൽ സയൻസ് ലാബ് ഉണ്ടല്ലോ, അവിടെ ചെന്നിട്ട് അവിടെയുള്ള മാപ്പിലൊക്കെ നോക്കുക എന്തൊക്കെ തരം ടൈറ്റിലുകളാണ് നൽകിയത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടേബിളൊക്കെ പ്രിപ്പയർ ചെയ്യുക, ടേബിൾ ആഫ്റ്റർ ക്ലാസിഫൈയിങ് ദം. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്, സ്കെയിലാണ്. ഷാൾ വി ഡ്രോ ദ പ്ലാൻ ഓഫ് അവർ സ്കൂൾ ബിൽഡിംഗ്. നമ്മുടെ സ്കൂൾ ബിൽഡിങ്ങിന് ഒരു പ്ലാൻ നമുക്കങ്ങ് വരക്കാൻ തുടങ്ങിയാലോ. ഫസ്റ്റ് വി ഹാവ് ടു മെഷർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ബിൽഡിംഗ് യൂസിങ് എ മെഷറിംഗ് ടാപ്പ്. ഒരു മെഷറിംഗ് ടാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ലെങ്ത്തും ബ്രെഡ്ത്തും അളക്കണം. ദെൻ അസ്യൂം ദാറ്റ് ദ ലെങ്ത് ഈസ് 30 മീറ്റർ. ഒരു എന്താ പറയുക, നിങ്ങളൊന്ന് അസ്യൂം ചെയ്യൂ, ഒരു 30 മീറ്ററേ ഉള്ളൂ നിങ്ങളുടെ ലെങ്ത്ത്, ബ്രെഡ്ത്ത് ഒരു 10 മീറ്ററേ ഉള്ളൂ എന്ന് വിചാരിക്കൂ. ക്യാൻ യു ഡ്രോ എ പ്ലാൻ ഓഫ് ദ സ്കൂൾ യൂസിങ് ദീസ് മെഷർമെൻറ്റ്? ലെറ്റ് us ഡു ദിസ് ഇൻ ദ ഫോളോയിങ് സ്റ്റെപ്പ്. നമുക്കൊരു പേപ്പറിൽ ഈ 30 മീറ്ററും 10 മീറ്റർ ബ്രെഡ്ത്തും ഉള്ള ഈ ഒരു പ്ലാൻ നമുക്കൊരു പേപ്പറിൽ വരക്കാൻ പറ്റുമോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? വരക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലേ? ഇനി അടിയിൽ നോക്കൂ, ലെറ്റ് us ഡു ദിസ് ഇൻ ദ ഫോളോയിങ് സ്റ്റെപ്പ്. നമുക്കത് അങ്ങനെ വരക്കാനുള്ള ഒരു വഴി എന്താണെന്ന് അടിയിൽ തന്നിട്ടുള്ള സ്റ്റെപ്പ് വഴി നമുക്ക് നോക്കാം. ശരിക്കും നമുക്ക് 30 മീറ്ററും 10 മീറ്ററൊന്നും പേപ്പറിൽ വരക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ ചെയ്യും നമ്മൾ? സ്റ്റെപ്പ് 1 എന്താ നോക്കൂ. ട്രൈ ടു ഡ്രോ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ബിൽഡിംഗ് ആസ് സച്ച് ഓൺ എ പേപ്പർ. യു വിൽ ഫൈൻഡ് ദറ്റ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ശരിയാണ്, ഈ 30 മീറ്ററും 10 മീറ്റർ ബ്രെഡ്ത്തിലും 30 മീറ്റർ ലെങ്ത്തിലുള്ള ഒരു പ്ലാൻ ആണെങ്കിൽ നമുക്കത് വരക്കാൻ കഴിയില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ദെൻ സ്റ്റെപ്പ് 2 എന്താണ്? ഷാൾ വി ഡ്രോ 30 മീറ്റേഴ്സ് ആസ് 30 സെൻറ്റിമീറ്റർ. നമുക്ക് തന്നിട്ടുള്ള 30 മീറ്ററിനെ നമ്മൾ എന്താക്കുക, 30 സെൻറ്റിമീറ്റർ ആക്കുക. 1 മീറ്റർ ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ എന്ന കോലത്തിൽ നമ്മൾ 30 മീറ്റർ ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. നൗ ഈസ് ഇറ്റ് പോസിബിൾ? ഇപ്പോൾ അത് പോസിബിൾ ആവുമോ? നമുക്ക് വരയ്ക്കാൻ കഴിയും അല്ലേ? 30 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്കത് പേപ്പറിൽ വരക്കാൻ കഴിയും. നൗ ഇറ്റ് ഈസ് പോസിബിൾ ടു ഡ്രോ ദിസ് ഓൺ എ large sheet of paper. If we adopt this method, what would be the breadth of the building when scaled in centimeters? You must have understood that it is to be 10 centimeter. എന്താണ് നമ്മൾ പറഞ്ഞല്ലോ, 1 മീറ്ററിനെ എന്താക്കുക, ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ എന്ന് അടയാളപ്പെടുത്തുക. അല്ലാതെ 1 മീറ്റർ ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അളവല്ല. എന്താ, നമ്മൾ സ്കെയിലാണ്. നമ്മളിവിടെ എടുക്കുന്ന ഒരു സ്കെയിൽ, ഒരു സെൻറ്റിമീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത് ഈ ഒരു മാപ്പിൽ നോക്കുകയാണെങ്കിൽ 1 മീറ്റർ ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 10 സെൻറ്റിമീറ്റർ എന്നാണ് സ്കെയിലുള്ളതെങ്കിൽ അതിനർത്ഥം എന്താണ്, അത് 10 മീറ്റർ ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അതാണ് ആ സ്കെയിലിൽ ഇത് മനസ്സിലായോ? അതാണ് സ്കെയിൽ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് നോക്കൂ, വാട്ട് വുഡ് ബി ദ ബ്രെഡ്ത്ത് ഓഫ് ദ ബിൽഡിംഗ് വെൻ സ്കെയിൽഡ് ഇൻ സെൻറ്റിമീറ്റർ? എത്രയായിരിക്കും? അത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി സ്റ്റെപ്പ് 3 എന്താണ്? ഡ്രോ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ബിൽഡിംഗ്. നിങ്ങൾ എന്ത് ചെയ്യുക, ലെങ്ത്തും ബ്രെഡ്ത്തും വരയ്ക്കുക. എങ്ങനെയാ? 30 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുന്നതാണ് ലെങ്ത്ത്, 10 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുന്നതാണ് ബ്രെഡ്ത്ത്. മനസ്സിലായല്ലോ? You have selected the ratio of 1 centimeter to each meter. Scale is the technique. എന്താണ് സ്കെയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ സ്കെയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. സ്കെയിൽ ഈസ് ദ ടെക്നിക്ക് ദാറ്റ് വി ഹാവ് അഡോപ്റ്റഡ് ടു ഡ്രോ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് കൺവെൻഷനലി. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും വരക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സ്കെയിൽ എന്ന് പറയുന്നത്. Here, length and breadth are represented on a scale of 1 centimeter to 1 meter. അതാണ് പറയുന്നത്. ഇവിടെ എന്താണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആക്കിയിട്ടാണ് കണക്കാക്കിയത്. സ്കെയിൽ ഈസ് ദ റിലേറ്റീവ് ഡിസ്റ്റൻസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 places ഓൺ ദ എർത്ത്. ഭൂമിയിലുള്ള 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാപ്പിൽ കാണിക്കാൻ ഉപയോഗിക്കുന്ന റിലേറ്റീവ് ഡിസ്റ്റൻസിനെയാണ് സ്കെയിൽ എന്ന് പറയുന്നത്. എന്താണ് സ്കെയിൽ എന്ന് ഒന്നുകൂടി പറഞ്ഞേ. സ്കെയിൽ ഈസ് ദ ടെക്നിക് ദാറ്റ് വി ഹാവ് അഡാപ്റ്റഡ് ടു ഡ്രോ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് കൺവെൻഷനലി ആൻഡ് ഇറ്റ് ഈസ് ആൾസോ ദ റിലേറ്റീവ് ഡിസ്റ്റൻസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 places ഓൺ ദ എർത്ത്. എർത്തിലുള്ള ഭൂമിയിലുള്ള 2 സ്ഥലങ്ങൾ, 2 places 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മുടെ മാപ്പിൽ എന്ത് ചെയ്യുക, ചിത്രീകരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, റെപ്രസെൻറ്റ് ചെയ്യാൻ
അതിനുപയോഗിക്കുന്ന റിലേറ്റീവ് ഡിസ്റ്റൻസ് ആണ് നമ്മുടെ സ്കെയിൽ എന്ന് പറയുന്നത്. സ്കെയിൽ ഷുഡ് ബി മെൻഷൻഡ് വൈൽ preparing maps. Through this, large areas can be drawn on a paper with accuracy. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ലാർജ് ഏരിയാസൊക്കെ എന്ത് ചെയ്യുക, പേപ്പറിൽ വരയ്ക്കണമെങ്കിൽ അത്രയും കറക്റ്റായിട്ട് തന്നെ ഈ ഒരു സ്കെയിലിൻ്റെ സഹായം കൊണ്ട് നമുക്ക് വരക്കാം. കറക്റ്റായിട്ട് അക്യുറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലാർജ് ഏരിയാസൊക്കെ നമുക്ക് പേപ്പറിൽ സ്കെയിൽ ഉപയോഗിച്ച് വരക്കാം. Moreover, scale can be used to measure the actual distance between places on a map. മാപ്പിൽ പ്ലേസസ് തമ്മിലുള്ള ആക്ച്വൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനും നമ്മുടെ സ്കെയിൽ യൂസ് ചെയ്യും. ഇനി ഡിഫറെൻറ്റ് മാപ്സ് വിത്ത് ഡിഫറെൻറ്റ് സ്കെയിൽ. സ്കെയിൽ ക്യാൻ ബി ഡിപ്പിക്റ്റഡ് ഇൻ 3 ways. 3 രീതിയിലാണ് സ്കെയിൽ കാണിക്കുന്നത്. എന്തൊക്കെയാണ്? സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ്, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ് ആൻഡ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഇങ്ങനെ 3 തരമായിട്ടാണ് ഒരു സ്കെയിൽ ഡിപ്പിക്റ്റ് ചെയ്യുന്നത്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ എങ്ങനെയാണ്? എക്സാമ്പിൾ എന്താ നോക്കൂ. 1 centimeter ഈക്വൽ ടു 10 kilometer. 1 centimeter to 10 kilometer വരെ. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ് എന്താണ്? എക്സാമ്പിൾ 1 to 10 lakh വരെ. ഓക്കെ, റേഷ്യോ ആണ് കാണിക്കുന്നത് 1:10 lakh. ഗ്രാഫിക്കൽ സ്കെയിലാണെങ്കിലോ എക്സാമ്പിൾ എന്താണ് നോക്കൂ, കിലോമീറ്ററിൻ്റെ ഗ്രാഫ് പോലെയാണല്ലേ, അതാണ് ഗ്രാഫിക്കൽ സ്കെയിൽ. ഓക്കെ, ഇനി ഡിറക്ഷൻ എന്താണ്? അപ്പോൾ നമ്മൾ സ്കെയിൽ പറഞ്ഞു, ടൈറ്റിൽ പറഞ്ഞു. ഇനി ഡയറക്ഷൻ ഈസ് അനദർ മേജർ എലമെൻറ്റ് ഓഫ് എ മാപ്പ്. മാപ്പിലുള്ള അനദർ മേജർ എലമെൻ്റ് എന്താണ്? ഡയറക്ഷനാണ്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ആർ ദ 4 മേജർ ഡയറക്ഷൻസ്. അത് നമുക്കറിയാം അല്ലേ? ഏതൊക്കെയാണ് 4 മേജർ ഡയറക്ഷൻസ്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലേ? ഇനി നോക്കൂ, മാഗ്നറ്റിക് കോമ്പസ്. പിക്ചർ അതാ ഫിഗർ 6.2 കണ്ടോ? അതാണ് മാഗ്നറ്റിക് കോമ്പസ്. ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് മാഗ്നറ്റിക് കോമ്പസ്. പിന്നെയോ, മേജർ ഡയറക്ഷൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 4 സബ് ഡിവിഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മേജർ ഡയറക്ഷൻസ് ഏതൊക്കെയാണ്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ആണ്. അത് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡിവിഷൻ നടത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്. കണ്ടോ? ഡയറക്ഷൻ 6.3 എന്ന് പറഞ്ഞൊരു ഫിഗർ കണ്ടോ നിങ്ങൾ? അതിൽ കാണിക്കുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്. കണ്ടോ? ഇനി ഡയറക്ഷൻസ് ആർ എസെൻഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് ദ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് എ പ്ലേസസ് ഓൺ എ മാപ്പ്. ഒരു മാപ്പിൽ എക്സാക്ട് ലൊക്കേഷൻ, ഒരു പ്ലേസിൻ്റെ, ഒരു സ്ഥലത്തിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? നിർബന്ധമായും ഡയറക്ഷൻ കാണിച്ചിരിക്കണം. അത് ആ ഒരു സ്ഥലം എന്താണ്, നോർത്തിലേക്കാണോ, സൗത്തിലേക്കാണോ, ഈസ്റ്റിലേക്കാണോ, വെസ്റ്റിലേക്കാണോ, എവിടേക്കാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ആ ഒരു ഡയറക്ഷൻ നിർബന്ധമാണ് മാപ്പിൽ. എന്നാൽ മാത്രമേ നമുക്കൊരു എക്സാക്ട് ലൊക്കേഷൻ, ആ ഒരു പ്ലേസിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കൂ, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഒബ്സർവ് ഫിഗർ 6.4. ഹാവ് യു സീൻ ദ ലൈൻസ് ഡ്രോൺ ലെങ്ത് വൈസ് ആൻഡ് ബ്രെഡ്ത്ത് വൈസ്? Examine the globes and maps in the social science lab. Are you able to see such lines on it? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറോ, നിങ്ങളുടെ സ്കൂളിലുള്ള ഗ്ലോബോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ലാബിലുള്ള മാപ്പൊക്കെ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? ലോഞ്ചിറ്റ്യൂഡിനൽ ലൈനും ലാറ്റിറ്റ്യൂഡിനൽ ലൈനും അതിൽ കാണാൻ പറ്റില്ലേ? ലെങ്ത് വൈസും ബ്രെഡ്ത്ത് വൈസും വരകളുണ്ടാവും ഇല്ലേ? ആർ യു ഏബിൾ ടു സീ സച്ച് ലൈൻസ് ഓൺ ഇറ്റ്? യെസ്, കാണാൻ പറ്റാറുണ്ട് അല്ലേ? Such lines drawn horizontally across the globe and maps are called the latitudes. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് വരച്ചിട്ടുള്ള ആ ലൈൻസിന് പറയുന്ന പേരാണ് ലാറ്റിറ്റ്യൂഡ്സ്. ശരിക്കും നമ്മുടെ ഗ്ലോബിലോ അല്ലെങ്കിൽ മാപ്സിലോ ആ ഒരു ലൈന് വേണോ? അല്ലെങ്കിൽ നമ്മുടെ ഭൂമിക്ക് അങ്ങനെ ഒരു ലൈൻസ് ഉണ്ടോ? ഇല്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അതൊരു ഇമാജിനറി ലൈനാണ്. അങ്ങനെ ഒരു ലൈൻസ് ഒന്നും നമ്മുടെ ഭൂമിയിലില്ല. പക്ഷെ നമുക്ക് സ്ഥലങ്ങൾ അല്ലെങ്കിൽ പ്രദേശങ്ങളൊക്കെ തിരിച്ചറിയാൻ, അല്ലെങ്കിൽ അത് ഏത് സ്ഥലത്താണ്, ഏത് ലാറ്റിറ്റ്യൂഡിലാണ്, ഏത് ഡിഗ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ വരച്ചതാണത്. അതൊരു ഇമാജിനറി ലൈൻസാണ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എന്ന് പറയുന്നത്. ഇനി നോക്കുക, എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ട് ഗ്ലോബിലോ മാപ്സിലോ വരയ്ക്കുന്ന ലൈൻസിനാണ് എന്ത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്.
നോക്കൂ, ഇമാജിനറി സർക്കിൾസ് ഡ്രോൺ പാരലൽ ടു ദ ഇക്വേറ്റർ ആർ കാൾഡ് ലാറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ കണ്ടല്ലോ, അതാണ് ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, അത് ഇമാജിനറി ആണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇമാജിനറി സർക്കിൾസ് പാരലലായിട്ട് ഇക്വേറ്ററിനോട് പാരലലായിട്ട് വരക്കുന്ന ലൈൻസിന് പറയുന്ന പേരാണ് ലാറ്റിറ്റ്യൂഡ്. ഇനി എന്താണ് ഇക്വേറ്റർ എന്ന് പറഞ്ഞാലോ? അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? ഡിഗ്രീസിലാണ് ഷോ ചെയ്യുക. ഇനി ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ദ ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോൺ എക്സാക്ട്ലി അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഗ്ലോബ് ഈസ് ദ ഇക്വേറ്റർ. അപ്പം നമ്മളൊരു ഗ്ലോബോ അല്ലെങ്കിൽ ഒരു മാപ്പോ നോക്കിയാൽ അതിൻ്റെ സെൻറ്ററിലൂടെ ഹൊറിസോണ്ടലായിട്ട് ഒരു ലൈൻ പോകുന്നത് കാണാം. ആ ലൈനിന് പറയുന്ന പേരാണ് ഇക്വേറ്റർ. ഇറ്റ് ഈസ് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ്. അപ്പം നമ്മുടെ ഇക്വേറ്റർ എത്ര ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ്? 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ്. ഇനി നോക്കൂ, ലാറ്റിറ്റ്യൂഡ്സ് ആർ മാർക്ക്ഡ് നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ അപ് ടു 90 ഡിഗ്രി. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എങ്ങനെ മാർക്ക് ചെയ്യുക? നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. ഇക്വേറ്ററിൻ്റെ നോർത്ത് സൗത്ത്. നോർത്ത് പോൾ സൗത്ത് പോൾ എന്നൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഗ്ലോബിൽ? അതാണ് ഈ പറയുന്നത് 90 ഡിഗ്രിയിൽ. ഓക്കെ, നോർത്ത് ലാറ്റിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ദ നോർത്ത് പോൾ. നോർത്തിലുള്ളതാണ് നോർത്ത് പോള്, അതുപോലെ സൗത്തിലുള്ളത് സൗത്ത് പോള്. ഓക്കെ, സൗത്ത് ലാറ്റിറ്റ്യൂഡ് ഈസ് നോൺ ആസ് സൗത്ത് പോൾ. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് ആർ മാർക്ക്ഡ് നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ അപ് ടു 90 ഡിഗ്രി. ഇക്വേറ്ററിൻ്റെ നോർത്ത് ആൻഡ് സൗത്തിലുള്ളതിൽ 90 ഡിഗ്രിയിലാക്കിയിട്ടാണ് എന്ത് പറയുക, ലാറ്റിറ്റ്യൂഡ് മാർക്ക് ചെയ്യുക. അപ്പോൾ നോർത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നോർത്ത് പോളെന്നും, സൗത്ത് ലാറ്റിറ്റ്യൂഡാണ് 90 ഡിഗ്രിയിൽ സൗത്ത് ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അത് സൗത്ത് പോളെന്നും പറയും. നിങ്ങൾ ആ പിക്ചർ കണ്ടോ? അതിൽ ആ നടുവിൽ സെൻറ്ററിലൂടെ ഒരു ബ്ലാക്ക് ലൈൻ പോകുന്നുണ്ട് അല്ലേ? അതാണ് ഇക്വേറ്റർ. പിന്നെയോ നോർത്ത് പോള് സൗത്ത് പോള് ലാറ്റിറ്റ്യൂഡ്സ് ഒക്കെ അടയാളപ്പെടുത്തിയ കണ്ടല്ലോ. നെക്സ്റ്റ് നോക്കൂ. അപ്പം നമ്മൾ ലാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയാണ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. Have you noticed the lines drawn perpendicular to latitudes and joining the north and the south poles? എന്താണ്? നിങ്ങൾ പെർപെൻഡിക്കുലർ ലൈൻസ് കണ്ടല്ലോ. ആ ലൈൻസ് എങ്ങോട്ടാണ് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടുള്ളത്? ലാറ്റിറ്റ്യൂഡിലേക്കാണ്. ആൻഡ് ജോയിനിങ് ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾ ജോയിനും ചെയ്യുന്നുണ്ട് ലാറ്റിറ്റ്യൂഡിലേക്ക്. പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കുന്ന ലൈൻസ് ആണ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ദേ ആർ ആൾസോ ഷോൺ ഇൻ ഡിഗ്രീസ്. അതും ഡിഗ്രീസിലാണ് ഷോ ചെയ്യുക. ഇമാജിനറി സെമി സർക്കിൾ ദാറ്റ് ജോയിൻ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ആർ കാൾഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. എന്താണ്? ഇമാജിനറി സെമി സർക്കിൾ ദാറ്റ് ജോയിൻ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ആർ കാൾഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ലാറ്റിറ്റ്യൂഡ് എന്താണ്, ലോഞ്ചിറ്റ്യൂഡ് എന്താണെന്ന്. ഒബ്സർവ് ദ ഗ്ലോബ് ആൻഡ് ഐഡൻറ്റിഫൈ ദ മേജർ ലോഞ്ചിറ്റ്യൂഡ്സ് സച്ച് ആസ് 0 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്കൂളൊക്കെ തുറന്നിട്ട് ഗ്ലോബൊക്കെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? 0 ഡിഗ്രിയുള്ള ലോഞ്ചിറ്റ്യൂഡ് എവിടെയാണ്, 180 ഡിഗ്രിയുള്ള ലോഞ്ചിറ്റ്യൂഡ് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കുക. നിങ്ങളുടെ വീട്ടിലൊന്നും ഇപ്പോൾ ഗ്ലോബ് അവൈലബിൾ ആവില്ലല്ലോ. അപ്പോൾ സ്കൂളിൽ തന്നെ തുറന്നിട്ട് അല്ലെങ്കിൽ മാപ്പ്, സിമ്പിളായിട്ടൊരു മാപ്പ് എടുത്താലും നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, എ പ്ലേസ് ഓൺ മാപ്സ് ആൻഡ് ഗ്ലോബ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, അണ്ടർലൈൻ ചെയ്തോളൂ. ഒരു പ്ലേസ്, ഒരു മാപ്പിലോ ഗ്ലോബിലോ ഒരു പ്ലേസ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? ലാറ്റിറ്റ്യൂഡ്സിൻ്റെയും ലോഞ്ചിറ്റ്യൂഡ്സിൻ്റെയും ബേസിസിലാണ്. എ പ്ലേസ് ഓൺ മാപ്സ് and globe is located on the basis of latitudes and longitudes. Next, observe the world map and a globe and identify the latitudes and longitudes between which India is located. ഒരു മാപ്പോ ഒരു ഗ്ലോബോ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ത്യ ഏത് ലാറ്റിറ്റ്യൂഡിലാണ് അതുപോലെ തന്നെ ഏത് ലോഞ്ചിറ്റ്യൂഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങളത് കണ്ടുപിടിക്കണം. ഈ ഒരു വർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി ആൻസർ കിട്ടാത്തവരാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാം? ഇതിന് ആൻസർ നൽകുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താണ്? കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിമ്പിൾസ് ആണ്. എന്താണ് അതിൻ്റെ കീഴിൽ വരുന്നത്? ഫീച്ചേഴ്സ് ഓഫ് എർത്ത് സർഫേസ് ലൈക്ക് മൗണ്ടെയിൻസ്, പ്ലാറ്റ്യൂസ്, പ്ലെയിൻസ്, വാട്ടർ ബോഡീസ്, roads, settlement, agricultural lands, etc. are depicted on maps using internationally accepted colors.
സയൻസ് ആൻഡ് സിമ്പിൾസ്. എന്താണ് പറയുന്നത്? ഭൂമിയിലുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ എർത്തിൻ്റെ സർഫസിൽ, എന്തെല്ലാമാണത്? മൗണ്ടെയിന്, പ്ലാറ്റ്യൂ, പ്ലെയിൻസ്, വാട്ടർ ബോഡീസ്, റോഡ്സ്, അഗ്രികൾച്ചർ ലാൻഡ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ മാപ്പിൽ അല്ലെങ്കിൽ ഗ്ലോബിൽ ഡിപ്പിക്റ്റ് ചെയ്യൽ എങ്ങനെയാണ്? ഇൻ്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്ത കളേഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ സയൻസ് കൊണ്ടോ അല്ലെങ്കിലോ സിമ്പിൾസ് കൊണ്ടോ ആണ്. അപ്പം ഇതിന് മുൻപേ നമുക്കൊരു കേരളത്തിൻ്റെ അവർ കാണിച്ചതല്ലോ കേരളത്തിൻ്റെ മാപ്പ്. അതിലെങ്ങനെയാണ്? എന്തെല്ലാം കളറുണ്ടായിരുന്നു? റെഡ് കളറുണ്ട്, പിന്നെയോ ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. കണ്ടോ? അതാണ് കൺവെൻഷണൽ സയൻസ് ആൻഡ് സിമ്പിൾസ്. ഇനി ഇൻഡെക്സ് എന്താണ്? ഇൻഡെക്സ് ഈസ് ദ കീ ടു മാപ്പ് റീഡിങ്. മാപ്പ് റീഡിങ്ങിന് സഹായിക്കുന്നതാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇൻഡെക്സ് റെപ്രസെൻറ്റ്സ് ദ കളേഴ്സ് ആൻഡ് സൈൻസ് ഓൺ എ മാപ്പ്. മാപ്പിൽ നമ്മളിപ്പോൾ പറഞ്ഞു കൺവെൻഷണൽ സയൻസ് ആൻഡ് സിമ്പിൾസിൽ എന്താണ് കളേഴ്സ് യൂസ് ചെയ്യുന്നു പറഞ്ഞു. ഇനി കളേഴ്സും സയൻസും എന്തിനാണ് മാപ്പിൽ യൂസ് ചെയ്തത് എന്ന് എവിടെയാണ് നമുക്കറിയാൻ പറ്റുക? ഇൻഡെക്സിൽ. ഇൻഡെക്സ് റെപ്രസെൻറ്റ്സ് ദ കളേഴ്സ് ആൻഡ് സയൻസ് ഓൺ എ മാപ്പ്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ മാപ്പ് ഈസ് അണ്ടർസ്റ്റുഡ് യൂസിങ് ദ ഇൻഡെക്സ്. ഒരു ഇൻഡെക്സ് നോക്കിയാൽ അറിയാം ആ മാപ്പിൽ എന്താണ് ഉള്ളടക്കം, അല്ലെങ്കിൽ ആ മാപ്പിൻ്റെ ഉള്ളടക്കം, അല്ലെങ്കിൽ മാപ്പ് എങ്ങനെയാണ് വായിക്കേണ്ടതെന്നോ ഇൻഡെക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. അനലൈസ് ദ ഇൻഡെക്സ് ഓഫ് മാപ്പ് ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്കൂളിലുള്ള സോഷ്യൽ സയൻസ് ലാബിലുള്ള മാപ്പ് നോക്കിയിട്ട് അതിൻ്റെ ഇൻഡെക്സ് ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കും. മാപ്സ് പ്രിപ്പയർഡ് യൂസിങ് ദ എബോ എലമെൻറ്റ്സ് ആർ അക്യുറേറ്റ് ആൻഡ് ക്ലിയർ. നമ്മൾ അറിയ കാര്യങ്ങൾ പറഞ്ഞില്ലേ? ടൈറ്റില്, പിന്നെ എന്താ പറഞ്ഞത്? സ്കെയില്, ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? കൺവെൻഷണൽ സയൻസ് ആൻഡ് സിമ്പിൾസ് പറഞ്ഞു, ഇൻഡെക്സ് പറഞ്ഞു, ഡയറക്ഷൻ പറഞ്ഞു. ഇവയൊക്കെ എന്താണ്? അക്യുറേറ്റും അതുപോലെ ക്ലിയറും ആകണം ഒരു മാപ്പ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഇനിയോ we have discussed in this chapter the history of maps, its uses and essential elements. You can utilize this information in your day to day life. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? മാപ്പിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു അല്ലേ, എങ്ങനെയാണ് മാപ്പ് വന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ യൂസസ്, എന്തുകൊണ്ടാണ് ഒരു മാപ്പ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം, അതും പറഞ്ഞു. പിന്നെയോ എസെൻഷ്യൽ എലമെൻറ്റ്സ്, ഒരു മാപ്പിൽ ഉണ്ടാവേണ്ട എസെൻഷ്യൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമുക്കത് ഡേ ടു ഡേ ലൈഫിൽ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. ഇനി വേണ്ടത് നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ്.